Assalamu alaikum. Welcome to Cook with Rumana. ഇന്ന് ഞാനൊരു മട്ടൺ ഫ്രൈ ആക്കിയുള്ളൂ. ഇത് കേരളത്തെ സ്റ്റൈലിലൊരു മട്ടൺ ഫ്രൈ. ഇത് ഞങ്ങൾ പെരുന്നാൾ പിറ്റാണ്ട് കേരളത്തെ സ്റ്റൈലിലൊരു പയർ കറി ഉണ്ട്. പിന്നെ സാദാ ചോറും ഇതും ആക്കിയിട്ട് ഞങ്ങൾ പെരുന്നാൾ പിറ്റാണ്ട് ഇത് ലഞ്ചിಗೆ ಹಾಕಿರೋ. അപ്പം ഞങ്ങൾ 1/2 കിലോ മട്ടൺ, അതിക്ക് ഒരു 8-10 കേരളത്തെ നീരുള്ളി, പിന്നെ ഒരു 1/2 നീരുള്ളി, ഒരു ടൊമാറ്റോ, ഒരു 4-5 കൈമുളക്, എത്ര കറിവേപ്പില അത്ര, പിന്നെ ഒരു ലിംബയുടെ തന്നി, അകത്തേക്ക് വേണ്ടത്ര ഉപ്പ്, പിന്നെ 1 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ കൊത്തമ്പരി പൊടി, തെല്ല് മഞ്ഞളുടെ പൊടി, 1 സ്പൂൺ നല്ല മുളക്, 1/2 സ്പൂൺ ഗരം മസാല, 2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ആക്കിയത്, 1 സ്പൂൺ തേങ്ങെണ്ണ, പിന്നെ ഒരു തെല്ല് കറിച്ചൊപ്പ് ഇട്ടിട്ട് ചന്ത കയ്യിൽ മിക്സ് ആക്കണം. ഗ്യാസ് എന്ത് ഓൺ ആക്കോ തീരാ ചന്ത മിക്സ് ആക്കണം. ಇದಕ್ಕೆ ತನ್ನಿಂದು ಬೀತಿ ನಂಗೆ ಬೇಯಬಾಟ್ಲ. ಇದು ನಂಗೆ ಕುಕ್ಕರ್ಲಿ ഒരു 20 നിമിഷത്തത്ര മീഡിയം ഫ്ലെയിമിൽ ಬೇಯಬಾಟ್ರು. ಬೆಂದು ಒಡಿಯೋ ತೀರಾ ഒരു 90% ಬೆಂದ മെയ് ഇന്ന് ഞങ്ങൾക്ക് ഇതൊരു ഫ്രൈ ആക്കി എടുക്കണം. അതൊക്കെ ഒരു 90% മെയ് കുക്കർ അടി പിടിക്കാൻ പേടിയുണ്ടെങ്കിൽ ഒരു 1/2 ഗ്ലാസ് തന്നി ബീത്തിയ മെയ്. അപ്പം ഞങ്ങൾ ഇന്ന് ഫ്രൈ ആക്കോ സ്റ്റാർട്ടാക്കാം. ಅದಕ್ಕೆ ನಾನು ഒരു മണ്ണര എടുത്തേ. നിങ്ങൾക്ക് മണ്ണര ഇടുന്ന മണ്ണരടമേ എടുക്കോ ട്രൈ ആക്കണം. ಅದಕ್ಕೆ ഒരു 2 സ്പൂൺ തേങ്ങെണ്ണ, ഇഞ്ചി വെല്ലുള്ളി ഒരു ക്രഷ് ആക്കിയത് ഒരു 2 സ്പൂണ്, തെല്ല് കറിച്ചൊപ്പ് ഇട്ടിട്ട് ഒരു 1 നിമിഷം ചന്ത ഫ്രൈ ആക്കി എടുക്കണം. ಅದಕ್ಕೆ ഒരു 7-8 കേരള നീരുള്ളി ഇട്ടേ ನಾನು. അതില്ലെങ്കിൽ വേണമെന്നില്ല, ഇന്നെങ്കിൽ നല്ലൊരു ഫ്ലേവർ. പിന്നെ ഇതൊരു 1.5 ചെറിയൊരു നീരുള്ളി, 1.5 വലിയതായെങ്കിൽ 1 മെയ് ചന്ത സ്ലൈസ് ആക്കണത്. പിന്നെ അത് ഫ്രൈ ആക്കോ അകത്തിൻ്റെ അത്ര തെല്ല ഉപ്പ് മെയ് ചമ്മ ഉപ്പ് വേണമെന്നില്ല. ഓൾറെഡി ഞങ്ങൾ ಅದಕ್ಕೆ ഉപ്പിട്ട നീരുള്ളി ಬೇಗ ഫ്രൈ ആവുകയിട്ട് മാത്രം ഉപ്പിട്ടേ മെയ്. പിന്നെ ഒരു ടൊമാറ്റോ, അതും ചന്ത മിക്സ് ആക്കണം. ഫ്ലെയിം സ്ലോ ആക്കണം, അടിക്ക് പിടിക്കാണ്ട് ജാഗ്രത ആക്കണം. അതിൽ പിന്നെ ഞങ്ങൾ ಬೇಯಬಾಟಿ വെച്ചോ മട്ടൺ അതിಗೆ ഇടണം. ഒരു 3-4 സ്പൂണിൻ്റെ അത്ര തന്നി ബീത്തേ മെയ്. തന്നി ചമ്മ ബീത്തോ തീരാ ഒരു ഗ്ലാസ് ചെറിയ ഗ്ലാസ്സിൽ ഒരു 1/2 ഗ്ലാസ് തന്നി മെയ് ഇട്ട് തിന്നൊരു 10-20 നിമിഷം ഞങ്ങൾ ചന്ത ഇത് മിക്സ് ആക്കി എടുക്കണം. കൈ വിടാണ്ട് മിക്സ് ആക്കണമെന്നില്ല, അടി പിടിക്കാണ്ട് കാണും മിക്സ് ആക്കിയ മെയ്. അതൊക്കെ ഞങ്ങൾ ഇപ്പോൾ 1 സ്പൂൺ നല്ല മുളക് പൊടിയും ഒരു 1/2 സ്പൂൺ ഗരം മസാല ഇട്ടേ മെയ്. പിന്നെ ഞങ്ങൾ കാര ഉപ്പെല്ലാം ചക്കാക്കിയിട്ട് എന്ത്ര വേണോ അതിട്ട് കൊടുത്തേ മെയ്. ഒരു 10 നിമിഷം ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് ಬೇಯಬಾಟಿ. പിന്നെ അതിൽ കറിച്ചൊപ്പ് ഇട്ടിട്ട് മുച്ച് വെച്ചിട്ട് ഒരു 10 നിമിഷം ഞങ്ങൾ ಬೇಯಬಾಟണം. ಬೇಯಬಾട്ടും ഇടകിടകൊന്നും അടി പിടിക്കാൻ നോക്കണം. പിന്നെ ഞങ്ങൾക്കിത് ഗ്രേവി വേണമെങ്കിൽ ഗ്രേവി ആയിട്ടും യൂസ് ആക്കാം, ഇന്ന് ഡ്രൈ വേണമെങ്കിൽ ഡ്രൈ ആയിട്ട് യൂസ് ആക്കാം. എങ്ങനെ വേണം ഞങ്ങൾക്ക് ഇഷ്ടപ്പോലെ. അപ്പം ഞങ്ങൾ മട്ടൺ റെഡി ചെയ്യറ്. ഇന്നും ഡ്രൈ ആക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇന്നും ഡ്രൈ ആക്കാം. മട്ടൺ റെഡി ചെയ്യറ്. Thank you for watching.